സയൻസിൻ്റെ ഫിസിക്സ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വരുന്ന 29-ാം തീയതിയാണ് നമ്മുടെ ഫിസിക്സ് എക്സാം. അപ്പോൾ ഇനി നമുക്ക് മുഴുവൻ വിഷയങ്ങളും, അതായത് ചാപ്റ്റർ വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് 2018 മാർച്ചിൽ ചോദിച്ചിട്ടുള്ളത്, അതായത് 2 വർഷം മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഓരോ ചാപ്റ്ററിലും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 2018 മാർച്ചിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ മാത്രം ഒതുങ്ങുന്നതല്ലാതെ ഇതിനെ തുടർന്ന് വരുന്ന വീഡിയോയിലും ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്കാണ്. ഇതിൽ 4 ക്വസ്റ്റ്യൻ നിർബന്ധമായും അറ്റൻഡ് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് വാസ് ഡെവലപ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് ദ വർക്കിംഗ് ഓഫ് ഹീറ്റ് എഞ്ചിൻ ഈസ് ഡാഷ്. ഓപ്ഷൻസ്: ഓപ്റ്റിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്. കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യനാണ്. കറക്റ്റ് ആൻസർ തെർമോഡൈനാമിക്സ്. സ്റ്റേറ്റ് പാരലൽ ആക്സിസ് തിയറം, ഇതാണ് രണ്ടാമത് ചോദിച്ച ക്വസ്റ്റ്യൻ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മൾ തിയറംസ് ഓൺ മൊമെന്റ് ഓഫ് ഇനേഷ്യ പഠിക്കുന്നത്. 2 തിയറംസ് ആണ് പഠിക്കുന്നത്, പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഇവിടെ നമ്മളോട് ചോദിച്ചത് പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് എഴുതണം, അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതണം. പറ്റുമെങ്കിൽ നമ്മൾ ആ ചിത്രം കൂടി അവിടെ വരച്ചു കൊടുക്കണം. അപ്പോൾ എന്താണ് പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്? The moment of inertia of a rigid body about an axis is equal to sum of moment of inertia of the body about a parallel axis passing through its center of mass and product of mass of the body and square of the distance between the two axes. ഇവിടെ XY എന്ന് പറയുന്ന ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ സാധാരണ I എന്ന് പറഞ്ഞിട്ടുണ്ട് ഡിനോട്ട് ചെയ്യുക. XY എന്ന് പറയുന്ന ആക്സിസിനെ ബേസ് ചെയ്ത മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ എന്ത് കൊടുക്കുന്നു? IXY എന്ന് കൊടുക്കുന്നു. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം പ്രകാരം IXY is equal to ICM plus MA² എന്ന് നമുക്ക് എഴുതാം. എന്താണ് ICM? മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ആൻ ആക്സിസ്. ഈ ആക്സിസിന്റെ പ്രത്യേകത എന്താണ്? ഈ ആക്സിസ് ഈ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൂടാതെ XY എന്ന് പറയുന്ന ആക്സിസിന് പാരലലാണ്. അതാണ് ICM പ്ലസ് MA². എന്താണ് M? ഈ ബോഡിയുടെ മാസ് ആണ്. എന്താണ് A? ഈ 2 ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് A. അപ്പൊ IXY ഈക്വൽസ് ICM പ്ലസ് MA² എന്ന മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതിയിട്ട് ഈ ഒരു ചിത്രം വരച്ചു കൊടുക്കുക. പിന്നെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ മതി. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: സെലക്ട് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. സ്റ്റേറ്റ്മെൻറ്റ് എ: ഇയർ ആൻഡ് ലൈറ്റ് ഇയർ ഹാവ് സെയിം ഡയമെൻഷൻസ്. ഇയറിനും ലൈറ്റ് ഇയറിനും ഒരേ ഡയമെൻഷനാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഇയർ അത് ടൈമിൻ്റെ യൂണിറ്റാണ്, ലൈറ്റ് ഇയർ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റാണ്. അതുകൊണ്ട് അവരുടെ രണ്ടാളുടെയും ഡയമെൻഷൻ സെയിം അല്ല. സ്റ്റേറ്റ്മെൻറ്റ് ബി: ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻസ് ആസ് ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഈക്വൽ ആണെന്ന്. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഡയമെൻഷനും ആക്സിലറേഷൻ്റെ ഡയമെൻഷനും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ആൻസർ ബി ആണ്. ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഹാസ് സെയിം ഡയമെൻഷൻസ് ആസ് ദാറ്റ് ഓഫ് ആക്സിലറേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് സി നോക്കാം. 1 ആങ്സ്ട്രം ഈസ് ദ മീൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. 1 ആസ്ട്രോണമിക് യൂണിറ്റ് ആണ് എർത്തിനും സണ്ണിനും ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസ്. പാർ സെക്കൻഡ് ഈസ് എ യൂണിറ്റ് ഓഫ് ടൈം. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഡി. പക്ഷേ പാർ സെക്കൻഡ് ടൈമിൻ്റെ യൂണിറ്റ് അല്ല, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് ബി ആണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ: ഇഫ് ദ സീറോ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് അറ്റ് ഇൻഫിനിറ്റി, the total energy of an orbiting satellite is negative of its dash energy. നമുക്കറിയാം ഒരു സാറ്റലൈറ്റിന്റെ കൈനറ്റിക് എനർജി ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഓഫ് എ സാറ്റലൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? Gmm by
2 into r plus h എന്നാണ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നുണ്ട്. Gmm/2 into r plus h. ഇവിടെ G ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ക്യാപിറ്റൽ M എർത്തിന്റെ മാസ്, സ്മോൾ m സാറ്റലൈറ്റിന്റെ മാസ്, ക്യാപിറ്റൽ R എർത്തിന്റെ റേഡിയസ്, h എർത്തിന്റെ സർഫസിൽ നിന്ന് സാറ്റലൈറ്റിലേക്കുള്ള ഹൈറ്റ്. ഇതേ സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? U ഈക്വൽസ് -GMM/r plus h. -GMM/r+h. ഇത് രണ്ടും കൂട്ടിയതാണ് ടോട്ടൽ എനർജി. അപ്പൊ ടോട്ടൽ എനർജി നമുക്ക് ഇത് രണ്ടും സം ചെയ്ത് കിട്ടുന്നത് -GMM/2 into r plus h. പക്ഷെ നമുക്കറിയാം GMM/2 into r plus h എന്താണ്? കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ നമുക്ക് എന്താണെന്ന് പറയാം? നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി ആണെന്ന് പറയാം. അപ്പൊ അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ടോട്ടൽ എനർജി ഓഫ് ദി സാറ്റലൈറ്റ് ഈസ് നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ദി സാറ്റലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സെക്കൻഡ് പെൻഡുലം? സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെൻഡുലം വിച്ച് ഹാസ് ടൈം പീരീഡ് 2 seconds. അങ്ങനെയുള്ള പെൻഡുലത്തെയാണ് സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എത്രയാണ്? 2 seconds. 2 മാർക്കിന്റെ സെഷൻ ഉണ്ട്. ഒന്നാമത് ചോദിച്ച ക്വസ്റ്റ്യൻ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നാണ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? x ഈക്വൽസ് v0 into t plus half at square. ഈ ഇക്വേഷൻ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്നും ഡിറൈവ് ചെയ്യുക. ഈ റിലേഷൻ നമ്മൾ പറയുന്ന പേര് പൊസിഷൻ ടൈം റിലേഷൻ എന്നാണ്. x ഈക്വൽസ് v0 t plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ പറയുന്ന പേര് പൊസിഷൻ ടൈം റിലേഷൻ എന്നാണ്. അപ്പോൾ ചില സമയം എക്സാമിൽ അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിറൈവ് പൊസിഷൻ ടൈം റിലേഷൻ യൂസിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്നും ചോദിക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബോഡിയുടെ മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ കേസിലാണ് നമ്മൾ പൊസിഷൻ ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഏതിൽ നിന്ന്? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന്. ഗ്രാഫ് ശ്രദ്ധിക്കുക. when time t equals 0 second velocity of the body is v0. ഇതാണ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി v0. അത് നമുക്ക് u എന്ന് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ v0 എന്ന് മാർക്ക് ചെയ്യാം. ആഫ്റ്റർ എ ടൈം t സെക്കൻഡ്, t സെക്കൻഡുകൾക്ക് ശേഷമുള്ള ബോഡിയുടെ വെലോസിറ്റി ആണ് എന്ത്? v. അപ്പൊ 0 സെക്കൻഡിലുള്ള വെലോസിറ്റി അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി v0, t സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി v. ഇതാണ് ഗ്രാഫിന്റെ ഷേപ്പ്. നമുക്കറിയാം നമ്മൾ ഈ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്? നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതിന്റെ താഴെയുള്ള ഏരിയ അത് നമ്മൾക്ക് എന്ത് തരും? ഡിസ്പ്ലേസ്മെന്റ് തരും. ഈ പാർട്ടിക്കിളിന് t സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിന് താഴെയുള്ള ഏരിയയുടെ ഷേപ്പ് ട്രപ്പീസിയത്തിന്റെ ഷേപ്പാണ്. അപ്പൊ ഇവിടെ നമ്മൾ ട്രപ്പീസിയത്തിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് ട്രപ്പീസിയത്തിന്റെ പേര്? ABCD. ട്രപ്പീസിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 4 സൈഡ് ആയിരിക്കും. ഏതെങ്കിലും 2 സൈഡുകൾ മാത്രമേ എങ്ങനെ ഉണ്ടാവും? പാരലായിട്ട് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് എഴുതുക. എന്താണ്? ഏരിയ ഓഫ് ദി ട്രപ്പീസിയം ഈക്വൽസ് ഏരിയ ഈക്വൽ ടു എന്താണ്? നമുക്കറിയാം ഹാഫ് ഇൻറ്റു ഈ 2 സൈഡുകളുടെ സമം, പാരലായിട്ടുള്ള 2 സൈഡുകളുടെ സമം AD plus BC. AD plus BC ഇൻറ്റു ബേസ്. എന്താണ് ബേസ്? എന്താണ്? DC. ഇതാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയയുടെ ഇക്വേഷൻ. That equals half into, നമുക്കറിയാം ഏരിയ ഗിവ്സ് വാട്ട്? ഏരിയ ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് x എന്ന് ഡിനോട്ട് ചെയ്യുന്നു. x ഈക്വൽസ് ഹാഫ് ഇൻറ്റു AD. What is AD? AD means initial velocity v0 plus BC. What is BC? BC gives final velocity v into DC. എന്താണ് DC? T time interval അല്ലെങ്കിൽ T second. That equals half into v0 plus
നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിൽ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, v ഈക്വൽസ് u പ്ലസ് എ ടി അല്ലെങ്കിൽ v ഈക്വൽസ് v0 പ്ലസ് എ ടി. അവിടെ v0 ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ നമുക്ക് v ക്ക് എന്ത് കൊടുക്കാം, v0 പ്ലസ് എ ടി എന്ന് കൊടുക്കാം. ഇത് ആർക്ക് പകരം വരുന്നത്, v ക്ക് പകരം ഇൻറ്റു ടി. ദാറ്റ് ഈക്വൽസ് ഹാഫ് ഇൻറ്റു v0 പ്ലസ് v0 2v0 പ്ലസ് എ ടി ഇൻറ്റു ടി. ഇനി നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു 2v0 ഇൻറ്റു ടി. 2ഉം 2ഉം ക്യാൻസലായി, ബാക്കി വരുന്നത് v0 ഇൻറ്റു ടി. v0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി ഇൻറ്റു ടി, ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. എക്സ് ഈക്വൽസ് v0 ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇങ്ങനെയാണ് പൊസിഷൻ ടൈം റിലേഷൻ നമ്മൾ എന്തിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ, ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 2 മാർക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. A boy throws a ball of mass 200 gram with a velocity 20 meter per second at an angle of 40 degree with the horizontal. What is the kinetic energy of the ball at the highest point of the trajectory? ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രൊജക്ടൈൽ മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചത്. അപ്പൊ ഞാനിവിടെ ഒരു പ്രൊജക്ടൈൽ മോഷന്റെ പിക്ചറാണ് വരച്ചിട്ടുള്ളത്. ഒരു ബോഡിയെ യു എന്ന ഇനീഷ്യൽ വെലോസിറ്റിയോട് കൂടി ത്രോ ചെയ്യുന്നു. ആ ഇനീഷ്യൽ വെലോസിറ്റി ഹൊറിസോണ്ടലായിട്ട് അല്ലെങ്കിൽ എക്സ് ആക്സിസുമായിട്ട് തീറ്റ എന്ന ആംഗിൾ മേക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾക്ക് ഇനീഷ്യൽ വെലോസിറ്റി യു എ 2 കമ്പോണന്റുകളാക്കി റിസോൾവ് ചെയ്യാം. യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണന്റ് അലോങ് എക്സ് ഡയറക്ഷൻ, യു സൈൻ തീറ്റ വെർട്ടിക്കൽ കമ്പോണന്റ് അലോങ് വൈ ഡയറക്ഷൻ. ത്രൂ ഔട്ട് ദി മോഷൻ യു കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും, ചേഞ്ച് ഉണ്ടാവില്ല. നേരെ മറിച്ച് യു സൈൻ തീറ്റ എന്ന കമ്പോണന്റ് അപ്വേർഡ് ഡയറക്ഷനിലാണ്, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ്. യു സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റിന് അപ്വേർഡ് ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ എഫക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് ഏറ്റവും ടോപ്പിൽ എത്തുമ്പോൾ യു സൈൻ തീറ്റന്റെ വാല്യൂ 0 ആയിരിക്കും. പക്ഷെ അവിടെ ബോഡിക്ക് ഏത് വെലോസിറ്റി ഉണ്ട്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടുള്ള യു കോസ് തീറ്റ എന്ന വെലോസിറ്റി ഉണ്ട്. അപ്പൊ ഹയസ്റ്റ് പോയിന്റിൽ ബോഡിയുടെ വെലോസിറ്റി എത്രയാണ്, യു കോസ് തീറ്റയാണ്. അവിടെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടുള്ള യു സൈൻ തീറ്റന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പൊ ഹയസ്റ്റ് പോയിന്റിലെ കൈനറ്റിക് എനർജി എത്രയായിരിക്കും, കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്, കൈനറ്റിക് എനർജി ഈക്വൽസ് ഹാഫ് എം വി സ്ക്വയർ ആണ് ജനറൽ ഇക്വേഷൻ. എന്താണ് എം, മാസ്, വി എന്താണ് വെലോസിറ്റി. ഇവിടെ എത്രയാണ് ഹയസ്റ്റ് പോയിന്റിൽ എത്രയാണ് ബോഡിയുടെ വെലോസിറ്റി, യു കോസ് തീറ്റയാണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് എഴുതാം, ഹാഫ് എം യു കോസ് തീറ്റന്റെ സ്ക്വയർ ദാറ്റ് ഈക്വൽസ് ഹാഫ് എം യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇനി ദാറ്റ് ഈക്വൽസ് ഹാഫ് ഇൻറ്റു എന്താണ് എം, മാസാണ്. നമുക്ക് മാസത്തിന് തന്നത് 200 ഗ്രാം എന്നാണ് തന്നത്. 200 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാമാ, 0.2 കിലോഗ്രാം ഇൻറ്റു യു എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. എത്രയാണ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി, 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ 20യുടെ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എത്രയാണ്, 40. ഹാഫ് 0.2 ഇൻറ്റു 20 സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ 40. സോൾവ് ചെയ്താൽ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ 23.47 ജൂൾ എന്നുണ്ട്. 23.47 ജൂൾ. ഇപ്പൊ എന്താണ് ഇക്വേഷൻ, അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ബോഡിയുടെ വെലോസിറ്റി എത്രയാണ്, യു കോസ് തീറ്റയാണ്. കാരണം അവിടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. വെർട്ടിക്കൽ കമ്പോണന്റ് യു സൈൻ തീറ്റ ഹയസ്റ്റ് പോയിന്റിൽ എത്രയാണ്, 0 ആണ്. ആ ഒരു പോയിന്റാണ് നമ്മൾ ഇവിടെ ഓർമ്മിക്കേണ്ടത്. പിന്നെ നമ്മൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വർക്ക് ഡൺ ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് ആസ് 0, പോസിറ്റീവ് ഓർ നെഗറ്റീവ്.
നമ്മൾ സീറോ വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, അങ്ങനെ 3 ടൈപ്പ് വർക്ക് പഠിച്ചിട്ടുണ്ട് വർക്ക്, എനർജി, പവർ എന്ന ചാപ്റ്ററിൽ. ക്വസ്റ്റ്യൻ എ, വർക്ക് ഡൺ ബൈ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ. നമുക്കറിയാം സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ കേസിൽ, സർക്കുലർ മോഷന്റെ കേസിൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് along the radius ആണ്, towards the center of the circle. നേരെ മറിച്ച് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാണ്? along the tangent ആണ്. റേഡിയസിനും ടാൻജന്റിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ ആ കേസിൽ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് വരും. നമുക്കറിയാം വർക്കിന്റെ ഇക്വേഷൻ W ഈക്വൽ ടു FS കോസ് തീറ്റ എന്നാണ്. തീറ്റയ്ക്ക് ഒരു എന്ത് വരും? 90 വരും. ഇപ്പോൾ FS കോസ് 90, കോസ് 90യുടെ വാല്യൂ 0 ആണ്. വർക്ക് W is equal to എന്താവുന്നു? 0 ആവുന്നു. അപ്പോൾ സെൻട്രിപിറ്റൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് 0 ആണ്. ബി, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ. ഇവിടെ ബോഡി മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. ബോഡി മൂവ് ചെയ്യുന്ന കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്രിക്ഷൻ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഫ്രിക്ഷന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തീറ്റ 180 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? W ഈക്വൽസ് FS കോസ് 180. കോസ് 180 -1 ആണ്. അപ്പോൾ W ഈക്വൽസ് മൈനസ് FS എന്ന് കിട്ടും. ദാറ്റ് മീൻസ് വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്. ഇനി ബോഡി റെസ്റ്റിലാണെങ്കിലോ, ബോഡി മൂവ് ചെയ്യുന്നില്ലെങ്കിലോ വർക്ക് 0 എന്നാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് വർക്ക് എന്ന് എഴുതിയാലും 0 വർക്ക് എന്ന് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ്. ഫ്രീലി ഫാളിംഗ് ഒബ്ജക്റ്റ്, ആ ബോഡി താഴോട്ടേക്കാണ് വീഴുന്നത്. അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് ബോഡി താഴോട്ടേക്ക് പതിക്കുന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷനും ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും സെയിം ആണ്. ദാറ്റ് മീൻസ് തീറ്റ ഈക്വൽ ടു 0 ആണ്. തീറ്റ 0 ആണെങ്കിൽ W ഈക്വൽസ് FS കോസ് 0. കോസ് 0 1 ആണ്. W ഈക്വൽ ടു FS. വർക്ക് പോസിറ്റീവ് ആയിരിക്കും. നാലാമത്തെ കേസ്, വർക്ക് ഡൺ ബൈ ദി അപ്ലൈഡ് ഫോഴ്സ് ഇൻ ലിഫ്റ്റിംഗ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ടേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. അവിടെ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് ബോഡി ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനും സെയിം ആണ്. അപ്പോൾ അവിടെയും തീറ്റ ഈക്വൽ ടു 0 ആണ്. W ഈക്വൽ ടു FS ആണ്. വർക്ക് പോസിറ്റീവ്. അപ്പോൾ എപ്പോഴാണ് വർക്ക് 0 ആവുന്നത്? തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ 90 ആകുമ്പോൾ വർക്ക് 0 ആയിരിക്കും. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ 180 ആകുമ്പോൾ നെഗറ്റീവ് വർക്ക് ആയിരിക്കും. ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ പോസിറ്റീവ് വർക്ക് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ escape velocity of an object from the surface of a planet. അപ്പോൾ എന്താണ് escape velocity? Escape velocity is the minimum velocity required for an object to escape from the gravitational field of a planet. ഒരു പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് പുറത്തേക്ക് പോകാൻ ഒരു ബോഡിക്ക് വേണ്ട മിനിമം വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. നമ്മൾക്കിവിടെ എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം, എർത്തിന്റെ കേസാണെങ്കിൽ എർത്തിന്റെ സർഫസിൽ നിന്ന് ഒരു ബോഡിയെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ പുറത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു ബോഡിയെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് അകലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട വർക്കിന് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? W ഈസ് ഈക്വൽ ടു Gm/r എന്നാണ്. ഇവിടെ എന്താണ് G? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ക്യാപിറ്റൽ M എന്താണ്? എർത്തിന്റെ മാസ് ആണ്. സ്മോൾ m എന്താണ്? ഏത് ബോഡിയെയാണോ പുറത്തേക്ക് എത്തിക്കേണ്ടത് ആ ബോഡിയുടെ മാസ് ആണ്. ക്യാപിറ്റൽ R എർത്തിന്റെ റേഡിയസ് ആണ്. ഇനി ഈ സ്മോൾ m മാസുള്ള ഒരു ബോഡിയെ നമ്മൾ പ്രൊജക്ട് ചെയ്യുകയാണ്. എത്ര വെലോസിറ്റിയോട് കൂടി? V എന്ന വെലോസിറ്റിയോട് കൂടി. അങ്ങനെ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് ആ ബോഡിക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം, കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ mv² എന്നാണ്. ഇനി നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ ഡിറൈവ് ചെയ്യാം. നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഒരു ബോഡി എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി ഈ വർക്കിനേക്കാൾ കൂടുതലായിരിക്കണം. അതായത്
ബോഡിക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി ബോഡിയെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ട വർക്കിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് mv² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gmm ഡിവൈഡഡ് ബൈ r. അപ്പൊ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഒന്നുകിൽ gmm/r കൂടുതലായിരിക്കണം കൈനറ്റിക് എനർജി, അറ്റ്ലീസ്റ്റ് gmm/r ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഈക്വൽ ആയിരിക്കണം എന്ന് പറയുന്നത് മിനിമം കണ്ടീഷനാണ്. ആ മിനിമം കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ബോഡിക്ക് ഉണ്ടാവേണ്ട വെലോസിറ്റിയാണ് എന്ത്? എസ്കേപ്പ് വെലോസിറ്റി. അപ്പൊ നമ്മൾക്ക് വിക്ക് പകരം എസ്കേപ്പ് വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഹാഫ് mve² ഈക്വൽ ടു എന്ത്? gmm ഡിവൈഡഡ് ബൈ r. ഇതാണ് പിന്നെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ട് പുറത്തേക്ക് പോകാനുള്ള മിനിമം കണ്ടീഷൻ. ഇവിടെ രണ്ട് സൈഡിലുള്ള സ്മോൾ ടേം എന്തായി? ക്യാൻസൽ ആയി. ബാക്കി എഴുതുന്നത് ഹാഫ് ve² ഈക്വൽസ് gm/r എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ve² ഈക്വൽസ് 2gm ഡിവൈഡഡ് ബൈ r. ഇനി നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇക്വേഷൻ എന്താണ്? g ഈക്വൽസ് gm ഡിവൈഡഡ് ബൈ r² എന്നാണ്. അങ്ങനെയാണെങ്കിൽ gr² ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ gr² ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? gm ആയിരിക്കും. അപ്പൊ gmന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? gr² എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ve² ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2gr² ബൈ r. r² ഡിവൈഡ് ബൈ r ആണ്. അപ്പൊ നമ്മൾക്ക് ഇത് എന്ത് കിട്ടുന്നു? 2gr എന്ന് കിട്ടും. അതായത് ve² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 2gr. അങ്ങനെയാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ve ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? √2gr. ഇതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ബോഡിയെ m മാസിൽ ഒരു ബോഡിയെ v എന്ന വെലോസിറ്റിയോട് കൂടി പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് mv². ഒരു ബോഡി എർത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ട് പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട വർക്ക് എത്രയാണ്? gmm/R. ബോഡിക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി ഈ വർക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഈ വർക്കിന് ഈക്വൽ ആണെങ്കിൽ ആ ബോഡി ഗ്രാവിറ്റേഷൻ ഫീൽഡ് വിട്ട് പുറത്തേക്ക് പോകും. ഇതാണ് കണ്ടീഷൻ. ഹാഫ് mv² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു gmm/r. മിനിമം കണ്ടീഷൻ എപ്പോഴാണ്? വെലോസിറ്റി എന്താകുമ്പോൾ? എസ്കേപ്പ് വെലോസിറ്റി ആകുമ്പോൾ. ഹാഫ് mve² ഈക്വൽസ് gmm/r. ഇതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി ഇക്വേഷൻ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ. എ ടിപ്പിക്കൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ മെറ്റാലിക് വയർ ഈസ് ഷോൺ ബിലോ. Write the name of the point B labeled in the graph. For materials like copper, the points D and E are dash, close or far apart. ഇവിടെ നമുക്ക് തന്നത് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ B എന്ന് പറയുന്ന പോയിന്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇലാസ്റ്റിക് ലിമിറ്റിനെയാണ്. അപ്പോൾ ബി റെപ്രസെൻറ്റ്സ് ഇലാസ്റ്റിക് ലിമിറ്റ്. ക്വസ്റ്റ്യൻ എയുടെ ആൻസർ ഇലാസ്റ്റിക് ലിമിറ്റ് എന്നാണ്. പോയിന്റ് ബി വരെ ആ മെറ്റീരിയൽ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്നു. ഫോർ മെറ്റീരിയൽസ് ലൈക്ക് കോപ്പർ, ദ പോയിൻറ്റ്സ് ഡി ആൻഡ് ഇ ആർ ഫാർ എപ്പാർട്ട്. ഗ്രാഫിൽ ഇ എന്ന് പറയുന്ന പോയിൻ്റ് ഫ്രാക്ചർ പോയിൻ്റാണ്. ആ പോയിന്റിൽ വെച്ചിട്ടാണ് മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ഡിക്കും ഇക്കും ഇടയിലുള്ള സെപ്പറേഷൻ വളരെ കൂടുതലാണെങ്കിൽ അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആയിരിക്കും. കോപ്പർ ഡക്റ്റൈൽ മെറ്റീരിയലിന് എക്സാമ്പിളാണ്. അതുകൊണ്ട് കോപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഡി ആൻഡ് ഇ ആർ ഫാർ എപ്പാർട്ട്. നേരെ മറിച്ച് ഗ്ലാസ് പോലുള്ള ബ്രിട്ടിൽ മെറ്റീരിയലാണെങ്കിൽ ഡി ആൻഡ് ഇ ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. അടുത്ത ക്വസ്റ്റ്യൻ ഈ സെഷനിലെ 2 മാർക്കിൻ്റെ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ടെർമിനൽ വെലോസിറ്റി ഓഫ് എ കോപ്പർ ബോൾ ഓഫ് റേഡിയസ് 2 millimeter falling through a tank of oil at 20 degrees Celsius is 6.5 centimeter per second. Calculate the viscosity of the oil
at 20 degrees Celsius. You are given density of oil is 1.5 into 10 raised to 3 kilogram per meter cube. Density of copper is 8.9 into 10 raised to 3 kilogram per meter cube. നമുക്കറിയാം ഒരു വിസ്കസ് മീഡിയത്തിലൂടെ താഴോട്ടേക്ക് പതിക്കുന്ന സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു ബോഡിയുടെ കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലെങ്കിൽ ടെർമിനൽ വെലോസിറ്റി എക്സ്പ്രഷൻ എന്താണ്? Vt ഈക്വൽസ് 2/9r² സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഈറ്റ എന്നാണ്. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നത്. ഡെറിവേഷനും ചില സമയം എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ആർ എന്താണ്? സ്പെറിക്കൽ ഷേപ്പിലുള്ള ബോഡിയുടെ റേഡിയസ് ആണ്. സിഗ്മ എന്താണ്? ആ സ്പെറിക്കൽ ഷേപ്പിലുള്ള ബോഡിയുടെ മെറ്റീരിയലിന്റെ ഡെൻസിറ്റിയാണ്. റോ ഏത് വിസ്കസ് മീഡിയത്തിലൂടെയാണോ ബോഡി താഴോട്ടേക്ക് പതിക്കുന്നത് ആ വിസ്കസ് മീഡിയത്തിന്റെ ഡെൻസിറ്റിയാണ്. ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഈറ്റ ആ വിസ്കസ് മീഡിയത്തിന്റെ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. Vt ഈക്വൽസ് 2/9r² സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഈറ്റ. പക്ഷെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ക്വസ്റ്റൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ് റേഡിയസ്? 2 മില്ലിമീറ്റർ അല്ലെങ്കിൽ 2 ഇൻറ്റു 10 റേസ്റ്റ് മൈനസ് 3 മീറ്റർ. നിർബന്ധമായിട്ട് നമ്മൾ അതിനെ SI യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ മീറ്ററിലേക്ക് മാറ്റണം. എന്താണ് സിഗ്മ? നമ്മുടെ സ്പെറിക്കൽ ഷേപ്പിലുള്ള ബോഡിയുടെ മെറ്റീരിയലിന്റെ ഡെൻസിറ്റിയാണ്. അതായത് കോപ്പറിന്റെ ഡെൻസിറ്റി. അത് എത്രയാണ്? 8.9 ഇൻറ്റു 10 റേസ്റ്റ് 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്താണ് റോ? ഏത് ഫ്ലൂയിഡിലൂടെയാണോ ബോഡി താഴോട്ടേക്ക് പതിക്കുന്നത്? ഇവിടെ ഓയിൽ എന്നാ പറഞ്ഞത്. ആ ഓയിലിന്റെ ഡെൻസിറ്റി എത്രയാണ്? റോ 1.5 ഇൻറ്റു 10 റേസ്റ്റ് 3 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ബോഡിയുടെ ടെർമിനൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 6.5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അതിന് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ 6.5 ഇൻറ്റു 10 റേസ്റ്റ് ടു മൈനസ് 2 മീറ്റർ പെർ സെക്കൻഡ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈറ്റ, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ഈറ്റ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? 2/9r² സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി ഡിവൈഡ് ബൈ Vt. ഇതാണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷൻ. ദാറ്റ് ഈക്വൽസ് 2/9 ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ആറിൻ്റെ വാല്യൂ 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 3 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു സിഗ്മ എത്രയാണ്? 8.9 ഇൻറ്റു 10 റൈസ് ടു 3 മൈനസ് 1.5 ഇൻറ്റു 10 റൈസ് ടു 3 സിഗ്മ മൈനസ് റോ ഇൻറ്റു ജി 9.8 ഡിവൈഡഡ് ബൈ Vt 6.5 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? നമുക്ക് കിട്ടും 0.99 എന്ന് കിട്ടും. ഈറ്റിൻ്റെ വാല്യൂ 0.99. ഇനി എന്താണ് യൂണിറ്റ്? യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടുന്ന കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ വാല്യൂ.